യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. വ്യവസായ സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷമൊരുക്കുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും മന്ത്രി. പട്ടാമ്പിയിൽ നടന്ന ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശില്പശാലയും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് തന്നെ വ്യവസായ സൗഹൃദത്തിൽ കേരളം ഇന്ന് ഒന്നാമതായി മാറി. വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായി മാറി എന്ന് പറയുമ്പോൾ വ്യവസായത്തിൽ കേരളം ഒന്നാമതായി എന്ന് അർത്ഥമാക്കുന്നില്ല. വ്യവസായം നടത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളിൽ രാജ്യത്ത് തന്നെ ഒന്നാമതായി മാറാൻ കേരളത്തിന് കഴിയും എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. അതോടൊപ്പം തന്നെ സംരംഭക വർഷം ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ നമുക്ക് 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയും. കേരളത്തിലെ നിക്ഷേപ സംരംഭ മേഖലയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സർക്കാർ പദ്ധതികളും സേവനങ്ങളും പരിപാടിയിൽ വിശദീകരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംരംഭം മൂലധനത്തിനുമുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്തു. പാഴ്വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള സാങ്കേതിക വിദ്യകളും ഈ മേഖലയിലെ സംരംഭ സാധ്യതകളും പരിചയപ്പെടുത്തി. നൂതന സംരംഭ ആശയങ്ങളുടെ അവതരണങ്ങൾ വ്യത്യസ്തവും നവീനവുമായ സംരംഭ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ നിക്ഷേപങ്ങൾ കണ്ടെത്തുവാനുള്ള അവസരങ്ങളെപ്പറ്റിയും വിശദീകരിച്ചു. പരിപാടിയിൽ മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, രതി ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺസ്, മാനേജർ AK റഹ്മത്ത് അലി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.